ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി തേക്കടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് ഒരു പാർക്ക് ഉണ്ട്. ആ പാർക്കിലോട്ടൊന്ന് കയറി വിസിറ്റ് ചെയ്യാനുള്ള സ്കീമാണ് കേട്ടോ. കൽപ്പനം ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റേ ഈ ഒരു എലിഫൻറ്റിൻ്റെ പാർക്കില്ലേ, അതാ സംഭവം. നമുക്ക് കയറിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ. കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ ഗൈസ്. അതാ നോക്കൂ, ഉണ്ടല്ലേ, അതാണ് ഇവിടുത്തെ സംഭവം. നമ്പറൊക്കെ വിളിച്ചാണ് കേട്ടോ കൊണ്ടുവന്നത്. എന്താ അല്ലേ, ഞാനിവിടെ മുടി നോക്കിയേ, താടി മുടിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറുക്കൻ വെൽ ട്രെയിനഡ് ആണ് കേട്ടോ. അത് കറക്റ്റ് കൊണ്ട് ഇറക്കിയൊക്കെ ഗൈസ്. പിന്നെ അതെ, ഇതൊരു കഫേയാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ചെയ്യാനായിട്ട് പോരാഞ്ഞിട്ടതേ കണ്ടില്ലേ, അത്യാവശ്യം കുറേ ഉണ്ട് ആൾക്കാർ. നല്ലോണം കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇതേ ദൂരെയൊക്കെ വരുന്നുണ്ടോ ഉണ്ട് ആൾക്കാർ. വേണ്ട, എനിക്ക് തോന്നുന്നു അതിനകത്തോട്ട് റൈഡ് പോകുന്നതെന്നാണ് തോന്നുന്നത്. എന്താ അല്ലേ, അഡൾട്ട്സിന് ഒരാൾക്ക് 400 രൂപ കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത്. ആൾക്കാർ അവിടെ നിന്നാണ് കയറ്റുന്നത്. കയറ്റിയെടുത്ത് തന്നെ തിരിച്ച് കിടക്കുന്നുണ്ട്. എന്താണ് പട്ടിക്കൂടോ, നിങ്ങളിങ്ങനെ ധൈര്യമായിട്ട് പോകുന്നു ഗൈസ്. ദേ ആ വരുന്ന ആനയുടെ മുടി നോക്കിയേ. ഓ, എന്താ അല്ലേ മുടിയ. ഇതാണ് കാഫെ. ഒരു സോഡ ലൈം പറഞ്ഞു കേട്ടോ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. 40 രൂപ. എന്താ അല്ലേ, ടൂറിസ്റ്റ് പൈസ അല്ലേടാ, ആ രീതിയിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളത് ശ്രദ്ധിക്കണം. അത് ഇത്ര ആൾക്കാരൊക്കെ ഇതിന് കയറാൻ വേണ്ടി നിൽക്കുക. അതായത് നോക്കിയേ, കണ്ടില്ലേ, സ്വന്തം റിസ്ക് വേണം നിൽക്കാൻ ചെയ്യാൻ. ഓക്കെ, 4 പേരുണ്ട് കേട്ടോ, മൊത്തം 4 പേരെ കണ്ട. ഇനി ഉണ്ടോ എന്തോ അകത്തോട്ട്. ഒരു സോഡാലയം കുടിക്കട്ടെ. ശരിയപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അത്യാവശ്യം കൂടുതലും ടൂറിസ്റ്റുകളാണ് കേട്ടോ വരുന്നത്. അവർക്ക് 4 ടൂറിസ്റ്റ്, അവർക്ക് കാണാനും ഇതാക്കാനൊക്കെ കുറേ ഉണ്ട്. നമ്മളൊക്കെ വന്നാൽ കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ ആനയെ കണ്ടിട്ടില്ലാത്തതാണോ? അല്ലല്ലോ. അവർക്കിത് കാണുമ്പോൾ എന്തോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് ആനയ്ക്ക് ഫീഡിങ്ങിൻ്റെ ഇത് കൊണ്ട് കേട്ടോ. ഫീഡിങ് അല്ലല്ലോ, ഫുഡ് കൊടുക്കാനും ഈ വെജിറ്റബിൾസും പഴം ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. എന്തായാലും ഇവിടുത്തെ ഒരു ഇത് കൊള്ളാം. നമുക്കിനി അടുത്ത് തേക്കടിയിലോട്ട് പോയിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ബൈ.